ക്രിസ്മസിന് ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ പ്ലം കേക്ക് കൊണ്ടുവന്നിരുന്നേ. ഞാനാണെങ്കിൽ ഇതുവരെ അതൊന്നും കഴിച്ചിട്ടില്ല. കുറച്ചത് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. കത്തി കാര്യമാക്കണ്ട കേട്ടോ. അത് അവിടുന്ന് കിട്ടിയൊരു കത്തിയാണ് അടുക്കളയിൽ നിന്ന്. അങ്ങനെ അത് മുറിക്കുകയാണ്. കുറച്ച് പാടുണ്ടായിരുന്നു മുറിക്കാൻ. കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നു അത് മുറിക്കാൻ. അങ്ങനെ അത് കഷ്ടപ്പെട്ട്, കണ്ടില്ലേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് മുറിച്ചൊക്കെ എടുത്ത്. ഇത്രയും വൃത്തികേടായിട്ട് ഫസ്റ്റ് ടൈം ഞാനാവും കേക്ക് മുറിക്കുന്നത്. കണ്ടോ ഇതിൻ്റെ കോലം? കേക്കൊക്കെ മുറിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ നട്ട്സ് ഒന്നും ഉള്ളത് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് മോമോസ് കഴിച്ചു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മോമോസ് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് മോമോസ് ആയിരുന്നു. എനിക്ക് ആ മയോണൈസ് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു ബിരിയാണി പാർസൽ വാങ്ങാൻ പോയതാണ്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർസലൊക്കെ വാങ്ങി. നല്ല ടേസ്റ്റ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി കഴിക്കാനായിട്ട്. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ തനിമ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. നല്ല കിഡിലും ടേസ്റ്റാണ്. നല്ല അഫോർഡബിളും ആണ്. പിന്നെ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി വാങ്ങാനായിട്ട് പോയി. എല്ലാ പച്ചക്കറിയും വാങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് പെറുക്കിയിടാൻ തുടങ്ങി. എപ്പോഴും ഈ ഷോപ്പിലോട്ടോ വരാറ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ അരി തീർന്നിട്ടുണ്ടായിരുന്നു, ഓയിലുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വാങ്ങാനായിട്ട് വന്ന്. എനിക്ക് തോന്നുന്നത് ഞാൻ നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ആരും ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല എന്ന്. ഒന്നുമില്ലായിരുന്നു. പിന്നെ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ കരിമ്പ് കണ്ടിരുന്നു. പൊങ്കലൊക്കെ ആയതുകൊണ്ട് നല്ല കരിമ്പ് ഉണ്ടായിരുന്നേ. എൻ്റെ പൊന്നോ, എന്ത് ടേസ്റ്റാണെന്നറിയോ? നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ കരിമ്പൊക്കെ കഴിച്ചിട്ടോ പോയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കരിമ്പ്. പണ്ടൊക്കെ ആണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ അച്ഛനൊക്കെ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു കരിമ്പ്. പിന്നെ വാങ്ങിയ പച്ചക്കറികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പം തന്നെ അറേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പണി അവിടെ അങ്ങനെ തന്നെ കിടക്കും. അപ്പം പിന്നെ അതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്യുകയാണ് കറക്റ്റായിട്ട്. അതിനിടയ്ക്ക് എനിക്ക് എന്തോ ഒരു സാധനം കിട്ടിയാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാം അതിൻ്റെ സ്ഥാനത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ APC ജ്യൂസ് അടിക്കാനാണ്. കുടിക്കുക എന്തോ. അങ്ങനെ ക്യാബ് വിളിച്ചപ്പോൾ ഓഫീസിലോട്ട് പോവുകയാണ്. എനിക്കാണെങ്കിൽ ഈ ക്യാബിൽ കയറി ഇരുന്ന അപ്പോൾ ഛർദ്ദിക്കാൻ വരിക. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഓഫീസ് എത്തിയിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.